രാഷ്ട്രീയ അട്ടിമറി നടത്തുവാൻ ADGP MR അജിത് കുമാർ ശ്രമിച്ചുവെന്ന ആരോപണവുമായി PV അൻവർ MLA. അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ തുടരുവാൻ അനുവദിച്ച കേസ് അന്വേഷിക്കുന്നത് തന്നെ കൊടുക്കാൻ വേണ്ടിയാണെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാമ്പത്തിക മേഖലയിൽ ഇവർ നടത്തിയ കള്ളക്കളികളാണ് നമ്മൾ ഇതുവരെ പ്രതിപാദിച്ചത്. പക്ഷേ രാഷ്ട്രീയമായ അട്ടിമറികൾക്ക് കൂടി ഇവർ കൂട്ടുവന്നിട്ടുണ്ട്. കേരളം സത്യമറിയാൻ കാതോർത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വക്കും മൂലയെ കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അധികം വൈകാതെ ബാക്കി തെളിവുകൾ കൂടി കിട്ടുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ അതിപ്രമാദമായ രാഷ്ട്രീയ കേസുകൾ, രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ, ഒരു മുന്നണിയെ, പാർട്ടിയെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള കേസുകൾ അന്വേഷണം നടത്തി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ, ജനങ്ങൾ ഇന്നതായിരിക്കും സത്യമെന്ന് കരുതിയിരുന്ന കാര്യത്തിന് വിപരീതമായി അങ്ങനെയല്ല എന്ന് ചില കേസുകൾ അട്ടിമറിക്കപ്പെട്ട് നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ അത്തരം കേസുകൾ ക്ലോസ് ചെയ്യുമ്പോൾ അന്തം വിട്ട് നിന്ന ചില കേസുകളുണ്ട്. കേസുകളുടെ പേരിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയും ADGP അജിത് കുമാറിനെ ആ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ താഴെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥര് കേസ് അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തിന് കുറവ് വരുത്തും എന്ന് ഞാൻ കരുതുകയാണ്. തനിക്ക് വല്ലതും സംഭവിച്ചാലും തെളിവുകൾ ഇല്ലാതാകില്ലെന്നും എല്ലാ തെളിവുകളും തിരിച്ചു വരുമെന്നും അൻവർ പറഞ്ഞു. എല്ലാ പരിധിയും അജിത് കുമാറും സംഘവും ലംഘിച്ചിട്ടുണ്ട്. ക്രിമിനൽ സംഘത്തിൽ ഇനിയും പല വൻ മീനുകളും ഉണ്ടെന്നും അവരെയെല്ലാം പുറത്തു കൊണ്ടുവരുമെന്നും അൻവർ വ്യക്തമാക്കി. മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി മാവോയിസ്റ്റ് മേഖലയിലെ SP-മാർക്ക് ഫോൺ ചോർത്തുവാൻ അധികാരമുണ്ട്. മാവോയിസ്റ്റുകളെ നേരിടുന്നതിനുള്ള 2 കേന്ദ്രങ്ങളിലൊന്ന് അരീക്കോടാണ്. അരീക്കോട് MSP ഓഫീസ് കോമ്പൗണ്ടിലെ ഒരു ഭാഗത്താണ് ഫോൺ നിരീക്ഷിക്കുന്ന കേന്ദ്രമുള്ളത്. 3 ഉദ്യോഗസ്ഥരാണ് അവിടെയുള്ളത്. ആരുടെ ഫോണുകൾ വേണമെങ്കിലും അവിടെ വെച്ച് ചോർത്താം. ഫോൺ ചോർത്തുന്നുവെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും എന്നെ പരിഹസിച്ചു. സ്വർണ്ണക്കടത്തിനിടെ പിടിയിലായ യുവാവിൽ നിന്നും സുജിത് ദാസ് സ്വർണം തട്ടിയെടുത്തതായി വ്യക്തമായ തെളിവുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരുടെയും നേതാക്കളുടെയും ഫോൺ കോൾ സന്ദേശം ചോർത്തിയതിന്റെ വിവരങ്ങൾ സ്വർണ്ണക്കടത്തുകാരന് ലാപ്ടോപ്പ് വഴി സുജിത് ദാസ് കേൾപ്പിച്ചു കൊടുത്തുവെന്നും അൻവർ പറഞ്ഞു. പിടികൂടിയ 10 കിലോ സ്വർണത്തിൽ 7 കിലോയും സുജിത് ദാസും സംഘവും കൈക്കലാക്കി. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ തൂപ്പുകാരിയുടെ ശബ്ദം വരെ സുജിത് ദാസ് തന്റെ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ടതായും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദിനേശ് KK, ശരത് S, ജയപ്രസാദ് എന്നിവരാണ് സീക്രട്ട് മുറിയിലിരുന്ന് ഫോൺ ചോർത്തി റെക്കോർഡ് ചെയ്യുന്നത്. കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ ചോർത്തുന്നുണ്ട്. സ്വർണ്ണക്കടത്തിന് പുറമെ കുഴൽപ്പണക്കാരുടെയും പണം സുജിത് ദാസും സംഘവും തട്ടിയെടുക്കുന്നുണ്ട്. ADGP അജിത് കുമാറിനെ ആരാണ് സംരക്ഷിക്കുന്നത് എന്ന് തനിക്കറിയില്ല. ഈ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നും അൻവർ ചോദിച്ചു. സ്വർണ്ണക്കടത്തിന് പിടിയിലായവരുടെ വീടുകളിൽ രാത്രി ഡാൻസ് ഓഫ് സംഘം എത്തി സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. വീടിന്റെ ടെറസിൽ കയറി വാട്ടർ ടാങ്ക് പൂട്ടുകയാണ് ഡാൻസ് ഓഫിന്റെ പതിവ്. ടാങ്ക് നോക്കാൻ വേണ്ടി സ്ത്രീകൾ മുകളിലേക്ക് വരുമ്പോൾ പീഡിപ്പിക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. തന്നെ കുരുക്കാനായി പല രീതിയിലും പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. തനിക്കെതിരെ പല രീതിയിലും അന്വേഷണവും നടക്കുന്നുണ്ട്. ഇവർ കുലുക്കിയാലൊന്നും താൻ കുലുക്കാൻ പോകുന്നില്ലെന്നും അൻവർ പറഞ്ഞു. SS Gold, Pure Gold. SS Group, Nilambur.